എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ മനസ്സിലാക്കാത്ത ആരാ? CPM മനസ്സിലായിട്ടില്ല. 3 മാസക്കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക ചർച്ച. CPM ആകെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് CPM ഉള്ളത്. എനിക്കറിയുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് അറിയുമല്ലോ, എനിക്ക് കൃത്യമായി എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് തിരിയില്ലല്ലോ. ഇത് 3 കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ടുള്ളത്. ഒന്ന്, അനാവശ്യമായ ചർച്ചയോട് ചർച്ചക്ക് മേൽ ചർച്ച. ഒരു കാര്യം ഉണ്ടാവില്ല. ഇതാണ് ഒരു പ്രധാനമായിട്ട് കാര്യം. ഇടയ്ക്ക് 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് കമ്മിറ്റി കൂടി ചർച്ച ചെയ്യും. ഒന്നും ഉണ്ടാവില്ല. മല എലിയെ പ്രസവിച്ചതുപോലെ ഒരു തീരുമാനം ഉണ്ടാകാതെ പിരിയും. രണ്ടാമത്തെ കാര്യം, അനന്തമായ പഠന ക്ലാസ്. അതാർക്കില്ല. അത് എത്ര ദിവസം നിങ്ങൾക്ക് ഒരു പകുതി ദിവസം ഇരിക്കൂല. ഞാൻ 14 ദിവസം ഇരുന്നാലാ EMS അക്കാഡമിയിൽ. ഫോൺ എടുക്കാൻ പാടില്ല, ഭാര്യക്ക് വിളിക്കാൻ പാടില്ല, കുട്ടികൾക്ക് വിളിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. EMS അക്കാഡമി എന്ന് പറഞ്ഞൊരു കെട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. 14 ദിവസത്തെ ക്ലാസ്. അപ്പൊ ഞാൻ പാലക്കാട്ടിലെ പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചു. ആ 14 ദിവസം എൻ്റെ ആയുസ് പോയി എന്ന് ഞാൻ കണക്കാക്കിയെന്ന് പറഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് ക്ലാസ് എടുക്കുക. സ്ഥിരം കുറെ അക്കാഡമിഷ്യൻസ് ഉണ്ട്. ഒരു അക്കാഡമിഷ്യൻ MV ഗോവിന്ദനാണ്. മൂപ്പര് 1970കളിൽ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് മൂപ്പര കയ്യിൽ. ആ കാര്യം എടുക്കുകയാണ്. മൂപ്പര് ഈ ലോകത്ത് മാറ്റം വന്നത്, കുന്തിപ്പുഴയിൽ കൂടെ വെള്ളമൊഴുകി പോയത് ഒന്നും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല. ആ 70കളിൽ പറഞ്ഞു വെച്ച ഈ കിതാബ് ഉണ്ടല്ലോ, CPIM ഓത്തുവള്ളിയിൽ ആ പഴയ കിതാബ് അതുപോലെ ഇങ്ങനെ പറയുന്നത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ ഓതുക. ഇതാണ് പണി. ഇതാണ് MV ഗോവിന്ദൻ, ഒരു പ്രധാനപ്പെട്ട അക്കാഡമിഷ്യൻ. രണ്ടാമത്തെ ഒരാളുണ്ട്, മൂപ്പർക്ക് ഏറ്റവും വിശ്വസ്തനായിട്ട് ഒരാൾ. അയാൾ നിങ്ങൾക്ക് വല്ലാതെ അറിയാണ്ടാവില്ല. കോഴിക്കോട്ടുകാരനാ. ഒരു മനുഷ്യനെ കണ്ടുകൂടാ, അവിടുന്ന് പറഞ്ഞു വിട്ടതാ, അക്കാഡമിയിലേക്ക് പറഞ്ഞു വിട്ടതാ. ആദ്യത്തെ മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം കാരണം ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, അട്ടർ ഫെയിലിയർ ആണ് ഈ വിദ്വാനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്. അല്ല നോക്കുക, നമുക്ക് നിയമങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു. എന്താ മൂപ്പരെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ റൂം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോകുന്ന ഓഫീസാ. മൂപ്പരെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കില്ല. ഒരു 3-4 പുസ്തകം ഉണ്ടാവും എപ്പോഴും കയ്യിൽ. പുസ്തകം വിട്ട കളിയില്ല, പുസ്തകം കയ്യിലുണ്ടാവും. മൂപ്പരെ ഭാവമൊക്കെ കണ്ട ഏതാണ്ട് ഈ കാറൽ മാർക്സ് മയ്യത്താകുമ്പോൾ ഈ കിതാബൊക്കെ ഇയാളെ ഏൽപ്പിച്ചിട്ട് ഇതൊക്കെ കൊണ്ടുനടക്കുന്ന ഇവനെ ഏൽപ്പിച്ച മട്ടിലാണ് അവൻ്റെ നടത്തം. ആ കാലത്തുള്ള അവൻ്റെ ഒരു കോപ്പ പറഞ്ഞത്. വലതുഭാഗത്ത് വേറെ റൂമിൽ വേറൊരാളുണ്ട്, PK ബിജു, കോട്ടയത്തുകാരനാ. വാസവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, VN വാസവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് കണ്ടുകൂടാ അവനെ, അജാതി ആളുകളെ കൊണ്ട് നടക്കുക. ഇവരൊക്കെയാണ് ക്ലാസ് എടുക്കുക. പിന്നെ വേറൊരു മഹാനായ നേതാവുണ്ട്, മലപ്പുറത്തുകാരനാ. ഇപ്പൊ സ്ഥിരതാമസം ഭാര്യ വീട്ടിൽ ഇവിടെ തൃശ്ശൂരാ. ഞാനൊരു അഭ്യർത്ഥന ഉണ്ട്, ഇടക്ക് വല്ല പരിപാടി അയാൾക്ക് കൊടുത്ത് കാങ്ങരപ്പുഴയെ കൂടെ കൊണ്ടുവരണം. ഒരു പരിപാടി നിശ്ചയിച്ചു കൊടുക്കാൻ, എന്തെങ്കിലും ഒരു പരിപാടി നിശ്ചയിച്ചു കൊടുക്കുക, ഗുണത്തിലാവും. ഇപ്പൊക്കെ ഒരു പ്രത്യേകത നടന്നു പോയ വഴിക്ക് ഒരു പുല്ല് മുടക്കില്ല. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത്. വിജയരാഘവൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ നിശ്ചയിച്ച് നിങ്ങൾ കൊടുക്കണം. നമ്മൾ തീരുമാനിച്ചു കൊടുക്കുക. ഒരു പൊതുപരിപാടി നിശ്ചയിച്ചു കൊടുക്കുക. 2 പരിപാടി കൊടുത്താൽ നമ്മളെ കാര്യം വളരെ ഉഷാറായി. അതൊന്നും തീരുമാനിച്ചു കൊടുത്താൽ മതി നിങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ CPIM പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നിര. ഇവര് ക്ലാസ് എടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ജോലി. പിന്നെ CPIM പ്രധാനപ്പെട്ട ഏർപ്പാട് എന്ന് പറയുന്നത് പിരിവാണ്. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ കാറിൽ വന്നപ്പോ നമ്മളെ ശിഹാബ് എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. ശിഹാബ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അല്ല എന്നോട് ഇപ്പൊ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല. അത് തുടങ്ങി അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല അവിടേക്ക് ആ വഴിക്കൊക്കെ വന്നിരുന്നു. അതാ അപ്പൊ പിരിവെടുത്ത് നടക്കുന്നുണ്ട്, ഒരു വെക്കറ്റി ഉണ്ട്, 2 കുറ്റി പുസ്തകമുണ്ട്. തുടങ്ങി. ഞാൻ ഇന്നിപ്പോ പറഞ്ഞ ഇങ്ങോട്ട് വരുമ്പോൾ അതാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഇടയിലാണ് ഇന്നലത്തെ പത്രത്തിൽ വാർത്ത ഞാൻ കാണുന്നത്. CPIM ആകെ മാറാൻ പോവുക. എന്താണ്? വായിച്ചില്ലേ നിങ്ങൾ? എന്തിനും ഏതിനുമുള്ള പിരിവ് വേണ്ട എന്ന് CPIM തീരുമാനിക്കാൻ പോവുകയാണ്. അങ്ങനെ തീരുമാനിച്ചാൽ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരൻ മുതൽ ഗ്രഹണി പിടിച്ച ഇവിടെയുള്ള ഈ ജക്കം പേരയുള്ള ആളുകൾ അന്ന് രാഷ്ട്രീയം എന്നതേക്കുമായിട്ട് അവസാനിക്കും. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്.